ഹലോ ഫ്രണ്ട്സ്, GFHന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു യാത്രാ വീഡിയോയാണ്. ഇന്ന് 2026 മെയ് 13. സമയം രാവിലെ 11 മണിയാകാറായി. നമ്മൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം പ്രശസ്തമായ വേലാങ്കണ്ണി പുണ്യഭൂമിയാണ്. അതെ, തിരുവനന്തപുരത്ത് നിന്നും നേരിട്ട് വേലാങ്കണ്ണി പള്ളിയിൽ പോകാനായി പുതിയ സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ യാത്രയാണ് ഇന്ന്. മെയ് 13, 20, 27 തീയതികളിലാണ് ഈ ട്രെയിൻ വേലാങ്കണ്ണിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ഫസ്റ്റിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് എൻജിൻ ഫിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. കർട്ടനുകൾ എല്ലാം സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് ട്രെയിൻ വന്നിട്ട് നമുക്ക് AC കോച്ച് ഏറ്റവും ബാക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് A1, A2, പിന്നെ B1, B2 ലാസ്റ്റ് 2 കോച്ചിലായിട്ട് വരും കേട്ടോ. പഴയ ബുക്കിങ് കാര്യങ്ങളുമാണ്. വാഷും വലിയ കുഴപ്പമില്ല. ഭയങ്കര വലിയ ക്ലീനൊന്നുമല്ല. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ആൾക്കാണ്ട് യൂസ് ചെയ്ത് വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ കൊച്ചുവേലിയിൽ നിന്നും കൃത്യം 11 മണിക്ക് തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു റൂട്ടിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. കൊച്ചുവേലിയിൽ നിന്നും പുറപ്പെട്ട് കൊല്ലം, കൊട്ടാരക്കര, ആവണീശ്വരം വഴി തെങ്കാശി ലക്ഷ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. പച്ചപ്പു നിറഞ്ഞ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും സഹ്യപർവ്വത നിരകളുടെ പകൽ കാഴ്ചകളാണ് ഈ യാത്രയുടെ വലിയൊരു പ്രത്യേകത. ഇതാണ് സ്ഥലം. അവിടെ എന്തോ ഒരു ഒഴുക്കുന്നുണ്ട്. ഇതാണ് കൊല്ലം സ്റ്റേഷൻ. ഇതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഇതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, ഇതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കാണാം, കൊല്ലം കഴിഞ്ഞതോടെ ട്രെയിൻ നമ്മുടെ മലയോര മേഖലകളിലേക്ക് കടക്കുകയാണ്. കൊട്ടാരക്കരയും പിന്നീട്ട് ഇപ്പോൾ ആവണീശ്വരം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. റെയിലിൻ്റെ ഇരുവശവും കൃഷിയും പച്ചപ്പും നിറഞ്ഞ കാഴ്ചകളാണ്. പുനലൂർ തെങ്കാശി റൂട്ടിലെ ട്രെയിൻ യാത്രകളുടെ ഏറ്റവും വലിയ സുഖം ഇതുതന്നെയാണ്. ജനലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ ഈ കാഴ്ചകളാണ്. പുനലൂർ കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും സുന്ദരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയായ തെങ്കാശിയിലേക്കുള്ള യാത്ര. പശ്ചിമഘട്ട മലനിരകളെ കീറി മുറിച്ചുകൊണ്ട് ട്രെയിൻ മുന്നോട്ടു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. തെങ്കാശിക്ക് മുൻപുള്ള തെന്മലയുടെ മനോഹാരിത നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം അത് എടുക്കാൻ പറ്റിയില്ല. അതുതന്നെ തെന്മലയിലെ മനം മയക്കുന്ന കാഴ്ചകൾ കണ്ട് തുരങ്കങ്ങളിലൂടെയുള്ള കാഴ്ചകളും അനുഭവിച്ച് നമ്മൾ തെങ്കാശി എത്തുന്നതോടെ കാഴ്ചകളുടെ ലാൻഡ്സ്കേപ്പ് തന്നെ മൊത്തത്തിൽ മാറും. വലിയ കാറ്റാടി യന്ത്രങ്ങളും മൊട്ടക്കുന്നുകളും നിറഞ്ഞ തമിഴ്നാടിൻ്റെ തനത് ഭംഗി ഇവിടെ നിന്നും തുടങ്ങുകയാണ്.
തെങ്ങിനിടയിൽ മൊത്തം മാവാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇത് മറ്റൊരു മാവൻ തോട്ടം കേട്ടോ. അതിലെ മൊത്തം തെങ്ങിനിടെ മൊത്തം മാവൻ തോട്ടം. അങ്ങനെ തെങ്കാശിയും കടന്ന് നമ്മുടെ ട്രെയിൻ വേളാങ്കണ്ണി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ഈ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ യാത്രയിൽ കഴിക്കാൻ ആവശ്യമായ ഫുഡ് എന്നിവ കരുതേണ്ടതാണ്. വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമുക്ക് ഓൺലൈൻ വഴി വിരുദുനഗർ സ്റ്റേഷനിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇങ്ങനെ ഫുഡ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ തെങ്കാശി എത്തുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തിരുവനന്തപുരത്തു നിന്നും വളരെ റിലാക്സ്ഡായി നല്ല കാഴ്ചകൾ കണ്ട് വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച റൂട്ടാണിത്. ബുധനാഴ്ച തിരുവനന്തപുരത്തു നിന്നും തിരിച്ച് പിറ്റേ ദിവസം, അതായത് വ്യാഴം പുലർച്ചെ 3 മണിക്ക് എത്തിച്ചേരും. ഈ യാത്രയുടെ റൂട്ടിനെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.